കൈവർക്കല്ല മെല്ല കൊളത്തട് മോതിരം ഇല്ല. രണ്ടുപേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിവാഹ മംഗളാശംസകൾ. രമേടത്തി, ചന്ദ്രേട്ടന് ഞാൻ അറിഞ്ഞിടത്തോളം 85 വയസ്സ്, രമേടത്തിക്ക് 68 വയസ്സ്. പ്രായമെന്ന് പറയുന്ന വെറും ഒരു നമ്പർ മാത്രമാണ്. നമ്മുടെ മനസ്സിനാണ് ചെറുപ്പം, അല്ലേ? ആ ചെറുപ്പത്തിലാണ് ചന്ദ്രേട്ടൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. എങ്കിലും ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം? എനിക്ക് മക്കളുണ്ട്. രണ്ടാമത്തെ മകളാണ്. അവൾ വീട്ടിൽ സ്ഥലമാക്കിയ ബാക്കി എല്ലാവർക്കും പാഷൻ ചെയ്ത് കൊടുത്തത്. ബാക്കി എല്ലാവർക്കും ഭാഗം ചെയ്ത് കൊടുത്തു കൂട്. പിന്നെ ഭാര്യ സ്ഥലം അത് അടിക്കട്ടെ, പലസ്ഥലം പറയാം. ഭാര്യ സ്ഥലം എന്നാൽ ഞാനിപ്പോൾ എൻ്റെ അല്ലേ. അപ്പോൾ അവർക്കെല്ലാം കൊടുത്തു. അപ്പോൾ രണ്ടാമത്തെ മകളുടെ പേരിലാണ് വീട് സ്ഥലവും. ഞാൻ മരണം വരെ താമസം അതൊരു വെല്ലുവിച്ചു. എൻ്റെ മരണശേഷം മരിക്കുന്നവരെ എനിക്ക് താമസിക്കുന്നവരെയും വെച്ചിട്ട് അവളുടെ പേരിൽ വീടുകളെല്ലാം കൊടുത്തോണം. ഞാൻ ഈ വിശേഷങ്ങളൊക്കെ ചന്ദ്രേട്ടൻ പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ എൻ്റെ തുടക്കത്തിൽ ചന്ദ്രേട്ടൻ്റെ പ്രായത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം 85 വയസ്സുള്ള ചന്ദ്രേട്ടൻ്റെ പല്ലൊക്കെ മൊത്തം കൊഴിഞ്ഞു പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രേട്ടൻ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നവർക്ക് അത്ര ക്ലിയർ ആയിട്ട് കിട്ടണമെന്നില്ല. എങ്കിലും ഞാൻ പരമാവധി അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിൽ ഞാൻ ചോദിച്ച് മനസ്സിലാക്കാനും നിങ്ങൾക്കത് മനസ്സിലാക്കി തരാനും ഞാൻ ശ്രമിക്കാം. ഓക്കെ. അപ്പോൾ ചന്ദ്രേട്ടൻ്റെ ആദ്യ ഭാര്യ മരണപ്പെട്ടിട്ട് ഇപ്പോൾ എത്ര നാളായി? അതിപ്പോൾ കുറേ കൊല്ലേ. എന്നാലും സുമാർ ഒരു 5-8 കൊല്ലായി. 5-8 വർഷമായി. 6 മക്കൾ. 6 മക്കൾ. അതിലൊരു മോളാണ് ചന്ദ്രേട്ടനെ നോക്കിക്കൊണ്ടിരുന്നത്. രണ്ടാമത്തെ മോൾ. ആ മോളും മരണമടഞ്ഞു. അതിപ്പോൾ എത്ര നാളായി? അത് 2 കൊല്ലം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞ 2 കൊല്ലം കഴിഞ്ഞു. ആ മോള് വിവാഹിതയായിരുന്നു? അല്ലല്ല, കല്യാണം കഴിഞ്ഞില്ല. അത് കാര്യം. അപ്പോൾ ചന്ദ്രേട്ടനും ആ മോളും ഈ വീട്ടിൽ താമസം. ബാക്കി എല്ലാവരും മകന് കല്യാണം കഴിച്ചവർ പോയി. ഞാനിപ്പോൾ ഒറ്റക്കാണ്. സുഖമില്ലാതാളാണ്. 14 മാസം ഞാൻ മിനിസ്ട്രി ചെക്കപ്പ് എനിക്ക്. എന്തായിരുന്നു അസുഖം? അത് പെട്ടെന്നൊരു ബ്ലോക്ക് വന്നിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. ബ്ലോക്ക് വന്നായിരുന്നു? ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. ഓപ്പറേഷൻ ചെയ്തിട്ടില്ല? ഇല്ല. ഭാര്യ മരിച്ചിട്ട് പിന്നെ നോക്കാനുണ്ട്. അപ്പോൾ എനിക്ക് വെച്ചാൽ 14 മാസം ചെക്കപ്പ് വന്നു. 4 മാസം മിനിറ്റിൽ. അത് ഞാൻ ഒറ്റയ്ക്ക് പോവുക. എന്നെ ഒരാളൊന്നും വരില്ല. ഒറ്റയ്ക്കാണ് ഞാൻ പോവുക. അതിനുശേഷം അങ്ങനെ ഒരു ഒറ്റപ്പെടലുണ്ടായപ്പോൾ ചന്ദ്രേട്ടൻ സ്വന്തമായി എടുത്ത തീരുമാനമാണോ അതോ എന്നെ സ്വന്തമായി സുഹൃത്തുക്കൾ എന്നിട്ട് പറഞ്ഞു, എന്ത് പറഞ്ഞു? എല്ലാവരും കൂടെ നിങ്ങൾ ചന്ദ്രേട്ടനെയും കൂടെ നിങ്ങൾ ഒരാൾ കല്യാണം കഴിച്ചിട്ട് ആരുണ്ടെങ്കിൽ ചെയ്യണം. അവർ നിർബന്ധം. ഞാൻ മെനക്കെട്ട്. ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടോ? അനവധി ആൾക്കാർ ഒരുപാടുണ്ടാവും. അമ്പലത്തിൽ കണ്ട് എല്ലാവരെയും എന്നെ കൊണ്ടുപോകാനും അവരെ കൂടുതൽ അടുത്ത സുഹൃത്തുക്കളാണ് നമ്മൾ. ഓക്കെ. അപ്പോൾ അവരെല്ലാം കൂടെ എല്ലാവരും കൂടി. അങ്ങനെ രമേടത്തിയെ എവിടെ വെച്ചാണ് കണ്ടുമുട്ടുന്നത്? ഞാൻ ജോലി എടുക്കുന്ന ഇപ്പോൾ പറഞ്ഞിട്ടില്ലേ, ചങ്ങായി ചാലക്കുന്ന് ബാഗിൻ്റെ. അവിടെ ഞാൻ ബാഗ് ജോലി എടുക്കുമ്പോൾ ഇവിടെ വരും. എന്തോ ബാഗിൽ വന്നു അറിയാം. ഇവിടെ ബാഗ് നന്നാക്കാൻ വേണ്ടി വന്നു. ബാഗ് നന്നാക്കാൻ പോയത്. ഞാൻ നമുക്കിപ്പോൾ ഈ 2 മൈക്കേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ മൈക്ക് രമേടത്തിക്കും കൂടെ ഒന്ന് കൈമാറുകയാണ്. കാരണം രമേടത്തി പറയുന്നത് ക്ലിയർ ആവില്ല. പറഞ്ഞു രമേടത്തി, ഞാൻ പിടിച്ചോളാം. അത് ഞാൻ പിന്നെ അവിടെ ജാമ്യയുടെ ബാങ്കിൽ പോയി ചേരുമ്പോൾ അവിടെ കയറി. രമേടത്തിയും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു? ഇല്ല, ആർക്കും ഒരു പൈസ കിട്ടാനായിരുന്നു. ബാത്റൂം എടുത്ത് കല്യാണം കഴിയാതെ ഒരു പൈസ ഉണ്ട് 5000. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞിട്ട് 2 കട്ട എനിക്ക് തന്നു. ഒരിക്ക 3 തന്നു, പിന്നെ 1000 ഉറുപ്പ്യ. അപ്പോൾ ഒട്ടാകെ പിന്നെ ഇനിയിപ്പോൾ ഒരു 1000 ഉറുപ്പ്യ കിട്ടിയില്ല. അതിനിങ്ങനെ ഇടക്കിടക്ക് ഞാൻ പോവും. അന്നേരം ഈ ഉമ്മേൻ്റെ ഏരിയ വരുമ്പോൾ ഒരു ദിവസം കാണും. അപ്പോൾ ആടെ കയറിയവരോ എന്നോട് പറഞ്ഞ്
കുറേ അതിന് മുപ്പട്ടി എന്നോട് പറഞ്ഞു ചേച്ചി എന്തെങ്കിലും കല്യാണം കഴിക്കാതെ നമ്മളൊരിക്കലും നോക്കട്ടെ എന്നെല്ലാം പറഞ്ഞ് പിന്നെ കുറേ കാലം അങ്ങോട്ട് പോകണ്ടായി. അപ്പൊ ആര് ചോദിച്ചു അവിടെയുള്ള ഉമ്മ ഇവരുടെ ഇയാളെ ഭാര്യ ഞാൻ ജോലി എടുക്കുന്ന അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞേരം പിന്നെ ഞാൻ കുറേ കാലം അങ്ങ് ചാലക്ക് പോക്കില്ല. എന്താ ഒരാവശ്യത്തിന് ഞാൻ പോകും, അല്ലാണ്ട് കണ്ടമാനം അങ്ങനെ ഏറി പുറത്തൊന്നും ഞാൻ പോവില്ല. അത്രയൊരു അച്ചടക്കത്തിലാണ് ഞാൻ ഇതുവരെയും ജീവിച്ചത്, ഇത്രയും പ്രായം വരെ ഒരാളെ ഒരാളോട് ഇതായിച്ചോ. അതാണ് എനിക്കും ചോദിക്കാനുള്ള ഒരു കാര്യം. കാരണം എല്ലാരും ചന്ദ്രേട്ടന്റെ ഇതെന്താ ഇത്ര നല്ല ഉണ്ടായി ചാരി നോക്കാനും എല്ലാവരും പറയും എന്നോട്. അല്ല ഞാൻ ചോദിക്കുന്നെച്ചാല് ചന്ദ്രേട്ടന്റെ നല്ല പ്രായത്തിൽ കല്യാണം കഴിച്ചു. രമേടത്തെ എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കുക? അത് എല്ലാവരും പറയും എന്താ നിങ്ങൾക്ക് ഒരാളെ സ്നേഹിച്ചൂടെ ഒക്കെ. ഞാൻ നാട്ടുകാരെ പേടിച്ചു, എൻ്റെ ആങ്ങളാരെ പേടിച്ചു ഞാൻ ജീവിച്ചു. എത്ര ആങ്ങളമാരുണ്ടായിരുന്നു? ആങ്ങളമാർ 3, നമ്മൾ 2 പെണ്ണും 5 ആളാണ്. അപ്പോൾ ഒരാങ്ങള കൊറോണേൻ്റെ സമയം മരിച്ചു. ഒരാൾ പിന്നെ ബാച്ചുവേൻ്റെ പണിയാണ് അങ്ങ് മൗവഞ്ചേരി ഭാര്യ വീട്ടിലാണ്. അപ്പോൾ ഇവനാണ് അടുത്ത് എളിയവൻ. അപ്പോൾ അതിനെയും കൊണ്ടുപോയി. പിന്നെ അമ്മയെല്ലാം പെട്ടെന്ന് മരിച്ചു. അമ്മ രാവിലെ ബാത്റൂം പോയെടുക്കുന്ന തന്നെ അട്ടക്കഴിച്ച്. അച്ഛനും അങ്ങനെ രാവിലെ ഒരു 9 മണിയായാലും അച്ഛനെ കൂട്ടിപ്പോയി രാത്രി 8 മണിക്ക് മരിച്ചിങ്ങോട്ട്. അപ്പോൾ അങ്ങനെയായി. പിന്നെ എല്ലാവരും വേറെ കല്യാണം കഴിച്ച് എല്ലാവരും വേറെ പോയി. പിന്നെ ഞാനൊരു ഒറ്റപ്പെട്ട പോലെയായി. ചില സമയം ഞാൻ കട്ടുമല്ലിരുന്ന് കരയും, ഞാൻ ഞാൻ ഇങ്ങനെയായിപ്പോയി. ഞാൻ ഇത്രയും കാരണവന്മാർ വരെ നോക്കി. 7 വയസ്സിൽ എൻ്റെ തറവാട്ടിൽ എൻ്റെ അമ്മ ആങ്ങളാറെ നോക്കാൻ വേണ്ടി കൊണ്ടാക്കി. അന്നും ഇങ്ങനെ പിടികിടപ്പെടുപ്പ് തേച്ചും പഠിച്ച് അലക്കിച്ചും മുക്കിച്ചു. നേരം കരണ്ടൊന്നുമില്ല, ദൂരെ നിന്ന് വെള്ളം കൊണ്ടുവരണം, അലക്കിച്ചും എല്ലാം ചെയ്ത് കാരണവന്മാർക്കെല്ലാം വീടെടുത്തിച്ചും വീട്ടിൻ്റെ പണിക്കെല്ലാം ഞാൻ കഷ്ടം വീട്ടി. കല്യാണം കഴിഞ്ഞപ്പോൾ വീടായരാന്ന് എല്ലാവരും വരുന്നു. അങ്ങനെയാണ് നാട്ടുകാർ, എൻ്റെ കാരണവന്മാരുടെ മക്കളും എൻ്റെ അനിയത്തിയും എൻ്റെ ആങ്ങളാറുകളും എല്ലാം പങ്കെടുത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. 3 വണ്ടി, അനിയത്തിന്റെ കാറ്, വേറെ 2 വണ്ടി, നാട്ടുകാര് ഇഷ്ടം പോലെ. ഇതെല്ലാം കണ്ടേരാ കാരണം അതിശയൊന്നും വിചാരിച്ചു പോയി കുറല്ലോ. വീട്ടിൽ പോയ സ്ഥലത്ത് ഇവള് പറഞ്ഞാൽ ഇപ്പം തന്നെ പോകുന്നു. അപ്പൊ നാട്ടുകാരോട് അത് പറ്റില്ല. അങ്ങനെ നാട്ടുകാരൊക്കെ പ്രേരിപ്പിച്ചു, പറഞ്ഞു ചന്ദ്രേട്ട അല്ലെ ചന്ദ്ര അതിനൊക്കെ ഒരു തുണ വേണം എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ചന്ദ്രേട്ടനാണോ രമേടത്തിയെടുത്ത് എന്ന് കാര്യം പറയണം? അത് വേറെ ആരെങ്കിലും ചെന്ന് പറഞ്ഞു? ഈ കല്യാണ ആലോചന നമ്മൾ പോയപ്പോ പിന്നെ നമ്മളെ ആൾക്കാരും ഇവരുടെ ആൾക്കാരും സാധാരണ ഈ പെണ്ണ് കാണൽ ചടങ്ങ് പോലെ ചായയൊക്കെ ആയിട്ട് അവരെ ഭയങ്കര ദോഷമാണ്. 14 ചുറ്റോട്ടാൾ അന്നാണോ ആദ്യമായിട്ട് കാണുന്നത്? നമ്മൾ ഞാൻ ഇടയ്ക്ക് ഞങ്ങൾ ഫോണിൽ സംസാരിക്കും, എല്ലാം നമ്മൾ ഇനിയിപ്പോ സത്യസന്ധമായിട്ട് പറയാമല്ലോ. അങ്ങനെ ആദ്യം കണ്ടപ്പോ തന്നെ ഒരാഗ്രഹം തോന്നിയിരുന്നോ? ഉള്ളതാണോ? സത്യമാണോ? രണ്ടാൾക്കും പിന്നെ പല്ലും കെട്ടി. ഇവർ ഞാൻ പറഞ്ഞു നിങ്ങൾ പല്ല് കെട്ടിച്ചേ വീട്ടിൽ വരാവൂന്നും പറഞ്ഞു. എൻ്റെ ആൾക്കാർ കല്യാണാലോചന നടന്നു കഴിഞ്ഞതിന് ശേഷം അല്ല, ഇത് അന്വേഷണം വന്നേരോ ഇവർ പല്ല് കെട്ടി കഴിഞ്ഞാന്ന് പിന്നെ വീട്ടിൽ വരുന്നു. ആദ്യത്തെ ഡിമാൻഡ് അതായിരുന്നു, നിങ്ങൾ പല്ല് കെട്ടിയിട്ട് വന്നാ മതി. അതാണ് ഫസ്റ്റ് പല്ല് അതാണ് ഫാഷൻ തമ്മിൽ നിങ്ങൾ കെട്ടിക്കോ. അവര് സഹായിക്കുന്നു. ഇത് മുഴുവനും ഇങ്ങനെ പ്രായമായി കൊഴിഞ്ഞു പോയതാണ്. എന്നിട്ട് പല്ല് കെട്ടിച്ചോ? ഇത് വെച്ചിട്ട് ഉറക്കായിട്ട് വെള്ളിയാഴ്ച അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ചൊവ്വാഴ്ച ഇവർക്ക് പോകണം. പല്ല് കെട്ടിട്ട് വെച്ചിട്ട് പോയി. പോയത് നമ്മള് ചൊവ്വാഴ്ച പോയിട്ട് കൊടുത്തേരം പറഞ്ഞു വെച്ച് ഇത് സെറ്റായി പെരണ്ടിക്കല് ഒരു പിടുത്തം കിട്ടടിക്ക് കുറച്ചൊരു ഇതുണ്ട് എന്നിട്ട് പിന്നെ വന്നാ മതി എന്നിട്ട് അവിടെ കൊടുത്തിച്ചു. പല്ല് വെച്ച് കണ്ടിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. നല്ലുണ്ട്. ആ ഫോട്ടോത്തിൽ തന്നെ നല്ല ആളല്ലേ, പല്ലെല്ലാം വെച്ചതാണ്. അത് നിങ്ങള് നോക്കിയാ പല്ല് വെച്ചത് വരുമ്പോ വെച്ച് പല്ല് തരാം വെച്ചാൽ മതി. ഇനി 200 പ്രാവശ്യം പോയി. ആ പല്ല് വെച്ചിട്ട് പോയത്. ഇനി പല്ല് അത് മേലേത്തത് സെറ്റായി വരുന്നില്ല. അപ്പോൾ ഡോക്ടർ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്. ആ 18 വെച്ചാണ് തോന്നുന്നു. അത് അത്രയും ചെറുപ്പക്കാരനെ. പേരൻസ് കണ്ടിട്ടുണ്ടല്ലോ. പേരൻസ് സെന്ററിൽ വന്നപ്പോ ഉമ്മച്ച് പറഞ്ഞു ചന്ദ്രേട്ട ഒരാളുണ്ട് നിങ്ങൾ കാണുമ്പോഴുണ്ട് വീട്ടിൽ പറഞ്ഞ്. അല്ല, അത് ഒരു വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. കാരണം ഞാൻ ഈ നടാലെന്ന് പറഞ്ഞ ജംഗ്ഷനിൽ വന്നിട്ട് എനിക്ക് ഒരു പരിചയമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തൊക്കെ വരുന്നത് തന്നെ.
വന്നിട്ട് ഞാൻ ചന്ദ്രേട്ടന്റെ പേര് പറഞ്ഞപ്പോൾ അതിപ്പോ ഇങ്ങനെ ഒരു ന്യൂസ് വന്നതുകൊണ്ട് പത്രത്തിലും മറ്റ് ടിവിയിലും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ വന്നതുകൊണ്ട് മാത്രമല്ല അതിനൊക്കെ തൊട്ടു മുമ്പേ ഇവിടെ എല്ലാവർക്കും വളരെ പരിചയക്കാരനാണ് ചന്ദ്രേട്ടൻ. സത്യം അതെനിക്ക് മനസ്സിലായ അപ്പോഴേ എനിക്ക് തോന്നി ചന്ദ്രേട്ടൻ എന്തായാലും ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാണെന്ന്, സത്യസന്ധമാണ്. പിന്നെ അപ്പൊ ഈ കല്യാണത്തിന്റെ ചെലവുകളും കാര്യങ്ങളും ചന്ദ്രേട്ടൻ തന്നെയാണ്. ഈ വീട്ടിലാണ് ഭക്ഷണം ഉണ്ടാക്കി, ഇവരുടെ അടുത്തൊന്നുമില്ല, അമ്മടിക്കൊന്നുമില്ല, അമ്പലത്തിൽ എല്ലാം എൻ്റെ ചിലവാ. അമ്പലത്തിൽക്കാർക്ക് എല്ലാം ഞാൻ ഏർപ്പെടും. എല്ലാവർക്കും സദ്യയൊക്കെ കൊടുത്തു. ബിരിയാണി അമ്പലത്തിൽ മാറിയിട്ട് അമ്പലത്തിൽ രജിസ്ട്രേഷൻ ഞാനാ പണിയിട്ട് അമ്പലത്തിൽ രജിസ്ട്രേഷൻ മാറി എല്ലാം എൻ്റെ ചിലവാ. അവർക്ക് ചന്ദ്രേട്ടന്റെ ഒരു മോൾ ഉണ്ടായിരുന്നല്ലോ കൂടെ, കാല് കഴുകിയൊക്കെ. അത് മകളാണ്. അതിന് ബാക്കിൽ ഇപ്പൊ ഇവിടെ അവളെ അവളൊരു വീടുണ്ട്, അവർക്ക് സ്ഥലം കൊടുത്തു. രണ്ടാളും ജോലി, രണ്ട് കുട്ടികൾ പുറകിലുണ്ട്, രണ്ട് മക്കൾ, ബാക്കിയെല്ലാം പുറത്താണ്. ബാക്കി അവരെ എന്നിൽ പങ്കെടുത്തിട്ടില്ലോ. രമേടത്തി ഇത് കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ എന്ന് തോന്നി പോകുന്നുണ്ടോ? നേരത്തെ ഇവക്ക് എന്നെക്കായിട്ട് വെച്ചതല്ലേ. അത് മാത്രമല്ല നഷ്ടത്തിന് ഇവൾ പറഞ്ഞു ആൾക്കാർ മുടക്കും. അങ്ങനെ ഞാൻ ഇവിടെ പേരില്ല, പിന്നെ അതുകൊണ്ട് ഇവിടെ പേരിൽ പറഞ്ഞ് ഇവിടെ പേരിൽ എന്നോട് എനിക്കൊരു റൂമർ വന്നു ഫോണില്. ഇങ്ങനെ അത് ഇങ്ങനെയാണ് മറ്റേ പേര് കുറ്റം അങ്ങനെ എന്നെ വിളിച്ചു. അങ്ങനെ ഒരാണുങ്ങൾ ഇവരോട് പറഞ്ഞു കൊടുത്തു. അപ്പൊ അയാൾ വന്നിട്ട് ഞാൻ പോയിച്ചില്ല. അപ്പൊ അയാൾക്കൊരു പക പോലെ എന്നോട്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ, ഈ പ്രായത്തിൽ അവർ ഒന്നിക്കാൻ പോകുമ്പോ അതിന് ഇടങ്കോലും ഈ രമേടത്തി, ഇത്രയും പ്രായമുള്ള രമേടത്തി ആള് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് എന്ത് ആൾക്കാരാണ്. ആദ്യം കൊടുത്ത സമ്മാനം എന്താണ്? കല്യാണം കഴിഞ്ഞപ്പോ എന്താണ് ആദ്യം കൊടുത്ത സമ്മാനം രമേടത്തിക്ക്? രമേടത്ത് കല്യാണം അങ്ങനെ പ്രത്യേക സമ്മാനമായി സന്തോഷമായിട്ട് അമ്പലത്തിൽ മാലിയിട്ടു, കൂട്ടിക്കൊണ്ടുവന്നു. ഇവിടെ നടയേക്ക് മക്കൾ രണ്ടാളും എൻ്റെ കാല് കഴുകി കാത്തി കയറ്റി. അപ്പൊ മോള് വിളക്ക് തന്ന് ചങ്ങായിയാന്ന് എനിക്ക് കാലിന് വെള്ളം പറഞ്ഞു. മോള് വിളക്ക് എന്റെ സുഹൃത്ത് എന്ന് വെച്ചാൽ അജേഷ് എന്ന് പറയും. അവനാണ് കാലിന് വെള്ളം പറഞ്ഞു. അത്രയും ജനങ്ങൾ അത്രയും എന്നോട് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ആദ്യം പോയത് എവിടെയാണ്? ഇവിടെ തന്നെ. അല്ല വേറെ എങ്ങോട്ടും പോയില്ല? മധുവിധു ആഘോഷം അങ്ങനെ ചെയ്തില്ല. താല്പര്യമല്ല. അപ്പൊ അങ്ങനെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. എന്റെ പൊന്നെ ചന്ദ്രേട്ടാ, ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. പക്ഷെ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അത് നമ്മൾ സാധിച്ചെടുക്കാം. ജീവിതം ഒന്നേ ഉള്ളൂ. അതിപ്പോ ഇപ്പൊ ഇന്നലെ മൂത്ത അത്സവം ഉണ്ടായിരുന്നു. കൂടി ഞാൻ പോയി അമ്പലത്തിൽ പോയി. ഇനിയിപ്പോ എവിടെയെങ്കിലും അടുത്തടുത്തുണ്ടെങ്കിൽ അതും പോകും. വെറുതെ വെളുപ്പിൽ ഞാൻ പോകില്ല. ചുറ്റവട്ടം പോലും അന്നോടും ഓരോടും നല്ല ഒരു കല്യാണം കഴിഞ്ഞൊരു വർഷമുണ്ട്. അവരോട് നല്ല കാര്യമാണ്. നിങ്ങൾ നല്ല ഒരു നല്ല ആൾക്കാരോട് നല്ല പെരുമാറ്റം. അത്രയും ബന്ധമാണ്. അതിനെ അറിയാതെ ആളില്ല. കണ്ണുവെട്ടുള്ളൂ. ഏത് പോയിട്ടും ഇവരുടെ നാട്ടിൽ പിന്നെ എന്നെ അത്ര അറിയുന്ന ആളാണ്. എല്ലാം അറിയുന്നതാണ്. നമ്മൾ അന്വേഷിച്ചു. നീ എടാ ഒന്ന് ശരിയല്ലേ, ഇതൊന്നും ചെറുത്തന്നെ. അത് കഴിഞ്ഞാമോ ഇതേ കണ്ടില്ലേ, ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ഈ വഴി കൂടെ പോകുന്ന ഒരു വിളി വിളിച്ചിട്ടാണ് പോകുന്നത്. ചന്ദ്രേട്ടാ ഒന്ന് ഒപ്പ് വെച്ചിട്ടാ പോകുന്നത്. നിങ്ങൾ കണ്ട മനസ്സിലായി. എന്നെ ചെറുതാൻ മോശം പോലെ നടാലും ബസാറും എന്നോട് വീട്ടില് ഞാൻ പറയേണ്ട പിന്നെ മുത്തപ്പനെ കാണാൻ പോയിച്ച് എല്ലാവരും എൻ്റെ ഇവരെ അടുത്തുകയും ചെയ്താൽ ഇതെല്ലാം നമ്മൾ ചന്ദ്രാട്ടൻ്റെ ആളാന്ന് എന്നാ എന്നോട് പറയും. എനക്കൊരതിശയം, ഇവർക്ക് ഇത്രയും ജനങ്ങളില്ലേ. ഇവർ പറയും ഇതൊന്നുമല്ല, എൻ്റെ ഏത് ഭാഗത്ത് നോക്കുമ്പോൾ എൻ്റെ ജനങ്ങളാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് ചന്ദ്രേട്ടന്റെ ഇഷ്ട ആഹാരങ്ങളൊക്കെ, അതൊക്കെ മനസ്സിലാക്കി എടുത്തോ? ഭക്ഷണം എല്ലാം ആക്കി നമ്മൾ ചന്ദ്രേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ഓർക്ക് ഇഡ്ഡലി, ദോശ. ഇന്നലെ അങ്ങനെയാക്കി. ഇന്ന് എന്നോട് പറഞ്ഞു എനിക്ക് ദോശ വേണം, ഇന്നലെ ഇഡ്ഡലി ആക്കി. ഞാൻ പറയും ഇങ്ങക്ക് വീട് നിങ്ങളെ പറയണം, എനക്ക് അതിനെ പറ്റി ഞാൻ ഒറ്റക്ക് വെച്ച് ആടുന്ന് ഭക്ഷണം കഴിച്ച നിങ്ങളെ ഭക്ഷണത്തിന്റെ എനക്കാണ്. നമുക്കൊരു ചൂടില്ല ചൂടുവെള്ളം വേണം, ഒരു ഡോക്ടറെ അടുത്ത് വേണം.
അല്ല ഒറ്റക്കും കയ്യിൽ ഇവിടെ ഉണ്ടാവും ഞാൻ ഞാനുണ്ടാവും. ആരും ഈ ഡോക്ടറെ ഭാര്യ ആദ്യ ഭാര്യ മരണമടഞ്ഞ സമയത്ത് അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ ചന്ദ്രേട്ടൻ ഒരിക്കലെങ്കിലും ചിന്തിച്ചിരുന്നു ഇനി ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടാവും? അതില്ല ഇല്ല. അത് ശേഷം ഇപ്പോൾ ഒറ്റപ്പെട്ടായ ശേഷം ഈ സംഭവം മക്കളും മറ്റുള്ള ഇവിടെ തന്നെ നോക്കുന്നുണ്ടല്ലോ. ഇവർക്ക് പോയ ശേഷം എനിക്ക് ഇത് വന്ന സംഭവം ഇത് ഞാൻ ആലോചിച്ചല്ല. പിന്നെ ആൾക്കാർ പറഞ്ഞ് എന്നോട് ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഇവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ട് എനിക്ക് ഇവൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു ഏതായാലും ഒന്നായിക്കല്ല. അപ്പോൾ ആൾക്കാർ കണ്ടാൽ നോക്കും നമ്മൾ പിന്നാലെ നിങ്ങൾ തലേന്ന് നാളെ മംഗലാങ്കിൽ ഇന്ന് കുടുംബത്തിക്കാർ എൻ്റെ കുടുംബത്തിണ്ട്. ഇവിടെ കുടുംബശ്രീ അപ്പോൾ മറ്റേ കുടുംബത്തിക്കാർ വന്ന് കേക്ക് മുറിച്ച് ഫോട്ടോ എടുത്ത് എനിക്ക് ചൂരിദാറിൻ്റെ തുണി കൊണ്ട് തന്ന് കുറേ ബാല്യക്കാരും എല്ലാം പങ്കെടുത്ത് ഞാൻ ചായയും കടിയെല്ലാം ആക്കി എല്ലാവരും അതും കേക്ക് വരും തന്ന് ഫോട്ടോ എടുക്കലും ഒന്നും പറയണ്ട. പിറ്റേന്ന് അതേപോലെ വിറ്റെന്നറിയാം. ഞാൻ കല്യാണമായി ചെയ്യാൻ നോക്കുമ്പോഴൊക്കെ വിറ്റെന്നറിയാം ജനങ്ങൾ അന്ന് കൂടുന്നു. എന്തായാലും രണ്ടുപേരുടെയും ഞാൻ കണ്ടിട്ടേ മുടി കറുപ്പിച്ചതാണോ? ഒരു നാണം അങ്ങനെയില്ല. ഇവർ കറുപ്പിച്ചത് അല്ല എനിക്ക് രമേടത്തി ഞാൻ കുറച്ച് അങ്ങനെ എൻ്റെ മുടി നരച്ചിട്ടില്ല. കുറച്ചുള്ളൂ. അപ്പോൾ ആൾക്കാർ പറഞ്ഞ് സ്വന്തമായിട്ടത് 18കാരൻ അനക്ക് അങ്ങനെ 18കാരൻ അങ്ങനെയാണ് വിളിക്കുന്നത്. അനക്ക് അങ്ങനെ നരച്ചിട്ടില്ല. കുറച്ച് ലേശം ഇതാക്കി. എല്ലാവരും കല്യാണം എല്ലാം ഞെട്ടി എല്ലാം ഫോറിൽ നിന്ന് ആൾ എന്നെ വിളിക്കുന്നു. എല്ലാം അടിച്ചു ഇവർ ഫോറിലേക്ക് ഞാൻ അറിഞ്ഞു വിദേശത്തു നിന്നൊക്കെ ഒരുപാട് പേര് വിളിച്ചു. എന്ത് പറഞ്ഞു വന്നിട്ട് അവർ ആശം നിങ്ങൾ നല്ല കാര്യം എന്നെ പറ്റിയിട്ട് തന്നിട്ടാൽ നീ നമ്മളെ പെണ്ണ് കിട്ടുന്നില്ല. എത്ര ഫോറിൽ ഞാൻ കഴിച്ചില്ലേ. എനിക്ക് മുട്ടുവേദന എല്ലാം ഉണ്ട്. ഇന്ന് ഒറ്റയ്ക്ക് ഞാൻ പോകും. എല്ലാവരും ആൾക്കാർ എൻ്റെ ഓഫീസ് പവർ അല്ല ചന്ദ്രൻ നിങ്ങൾ ഒറ്റയ്ക്ക് വരുന്ന ആൾ ഞങ്ങൾക്ക് ഞാൻ ഒരു ആരുമില്ല. അവർ ശരിയായിട്ട് പോകും. വില്ലേജ് ഓഫീസറിൽ അതിൻ്റെ വീടുകത്തെ പോയി. എന്ത് രമേടത്തി അകത്തേക്ക് നോക്കുന്ന ചോറ് വെക്കാനുള്ള സമയമായോ? രാവിലെ എന്തായിരുന്നു? ദോശ. ദോശയാണോ എല്ലാ ദിവസവും? അല്ല ഇഡലിയും ദോശ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമില്ല. ഇത് ചപ്പാത്തി. ഞാൻ രാവിലെ പോയത് ഞാൻ അവിടെ ഊണ് കഴിച്ചു. ഇവിടെ കല്യാണത്തിന് ശേഷം അപ്പോൾ ഇവിടെ ചോദിച്ചു ഫോണ് കഴിച്ചാ വേഗം വരണോ 6 മണി വീട്ടിലെത്തണോ. ഓ അങ്ങനെയൊക്കെ ആയി. പിന്നെ പുറത്തുനിന്ന് കുടിക്കാൻ പാടില്ല. പുറത്തുനിന്ന് കുടിക്കാൻ പാടില്ല. ചെറിയ രീതിയിലൊക്കെ കഴിക്കും. ചെറിയ കഴിക്കാം. ഒക്കെ ചങ്ങായി കൂട്ടിൽ കൂടരുത്. പിന്നെ അതൊക്കെ പറഞ്ഞു. പിന്നെ മോശമാകും. അല്ല നിങ്ങൾക്ക് വേണ്ടിക്ക് കൊണ്ടുവന്നോ ഞാൻ കുറച്ചും തരാം. ഒന്ന് വാങ്ങി തരാം. അതുവരെ നമ്മൾ കാണട്ടാ. അതായത് ഒരു കുപ്പി വാങ്ങിട്ട് വന്നാൽ ഞാൻ കുറച്ച് ഒഴിച്ചു തരാം. ഞാൻ കോട്ട വെച്ചിട്ടുണ്ട്. കോട്ട വെച്ചിട്ട് അത് കറിയാണ്. അത്ര സ്നേഹമാണ്. കൂട്ടുകെട്ടിൽ നിങ്ങൾ പടരുന്നു. ഞാൻ ചങ്ങായിമാർ ഇതാ ഏച്ചി നമ്മള് കൂട്ടാനേ നിങ്ങൾ വിടാണ്ടിക്കറേ ഇവരാണ്. അതുവരെ കണ്ടത് ആൾക്കാർ. അതാണ് ഞാൻ പറയുന്നത്. പിന്നെ വഴിതെറ്റി പോകാതിരിക്കാൻ ഒരു പിടി. പിന്നെ വേഗം പറയൂ. ഇവർ കണ്ടേ അന്ന് തന്നെ ആയിട്ടാക്കി ചെയ്ത ഇതുണ്ടോ ഞാൻ ചോദിച്ചു. നേരം പറഞ്ഞു അതുമില്ല ബലിയൂല്ല. പിന്നെ അപ്പം രണ്ടാളിപ്പം എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മാതൃക തന്നെയാണ്. അല്ല രണ്ടാൾക്കൊരു മോശമായി നല്ല എല്ലാം കൊണ്ടും. എൻ്റെ ഇത് ഭാര്യനെ വീശി ഇവരുടെ വീശി. ഇവൻ്റെ അച്ഛൻ്റെ പേര് പറയുന്നു രേഷു ഗോവിന്ദ്. എൻ്റെ ഗോവിന്ദ്. അച്ഛന്റെ പേരും ഗോവിന്ദ്. ഗോവിന്ദ്. പിന്നെ ഏതൊക്കെ കാര്യത്തിലായിരുന്നു? പിന്നെ ഇൻഷല്. പിന്നെ വേറെ എന്തായിരുന്നു പൊരുത്തം ഉണ്ടായിരുന്നു? അല്ല ഇല്ല ബന്ധമുണ്ട്. പിന്നെ മനസ്സെടുത്തോ നമ്മൾ വന്ന് നമ്മളെ നല്ല സംഗതി നല്ല ഉറപ്പായിട്ടും നിങ്ങൾ ഒരുമിച്ച് ചേരേണ്ടവർ തന്നെയായിരുന്നു. അതെന്ന് വെച്ചാൽ ആദ്യം ഭാര്യ മരിച്ചിട്ടു ഇവിടെ എനിക്കായിട്ടുള്ളതാ. അത് ഈ കാലം വരെ എത്രയോ വേണ്ടി പോയാ അത് എനിക്ക് വേണ്ടി വെച്ചതാ. അപ്പൊ ഇനി എന്താണ് അടുത്ത ഒരു ആഗ്രഹം? എന്താണ് ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ചുള്ള ഒരു ആഗ്രഹം? അങ്ങനെ നമ്മളിപ്പോ ഒന്നും ചേരെ കൊണ്ട് പോകും. വേറെ ആഗ്രഹമൊന്നുമില്ല. നമുക്ക് നമ്മൾ സുഖമായി ജീവിക്കുക. ഒരു സിനിമ കാണാൻ പോലും പോയി. അത് അതിലും പോണോ? അതല്ല അതിനിപ്പോൾ നമ്മളിപ്പോൾ ഓരോ ദിവസം വരുമ്പോൾ പാർട്ടി ആയാലും കൂട്ടി പോകും. എവിടെ പോകുമ്പോൾ എന്നെ ഇവിടെ കൂട്ടിട്ട് പോകും. ഇവിടെ ഒറ്റക്ക് പോകില്ല. ഇവിടെ ശരിയില്ല. നമ്മൾ സുഖമായി പോകും. ഓട്ടോ പിടിച്ചിട്ടും വണ്ടി പിടിച്ചിട്ടും ആൾക്കാർ രണ്ടുപേരോട് ഒരുമിച്ച് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഏതാ? രമേടത്തിക്ക് അങ്ങനെ പ്ലാൻ വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്നാലും ദൂരെ പോവാൻ എന്താ ഈ തലയിറ്റല് വരുമ്പോ ഛർദി വരും. അപ്പൊ ഞാൻ ഇപ്പൊ അധികം പോകുന്നത് അമ്പലങ്ങളിലെല്ലാം ഗുളിക കുടിച്ചാ പോകുന്നു.
അപ്പം എനിക്ക് ഇനി അടച്ച് കൂട്ടിച്ചുള്ള കാറ്റ് തട്ടുണ്ടാകുമ്പോൾ ഞാൻ ഈ കാറ്റ് ഈ ചില്ലിങ്ങനെ ആക്കിച്ച് ഇങ്ങനെ ഇരിക്കുക. അന്നേരം എനിക്ക് ആ കാറ്റ് കെട്ടുമ്പോൾ അടച്ച് കൂട്ടിനെ പിന്നെ എനിക്ക് ആകെ വേർത്ത് എന്തോ ഒരു ക്ഷീണം വരും. അത് ഞാൻ ദൂരെ പോകാൻ അത്ര കുറെല്ലാം പറയുന്നുണ്ട്, അണിവോണിന് പോകണോ മറ്റാടെ പോകണോ എന്നെല്ലാം പറയുന്നുണ്ട്. വേഗം പറഞ്ഞത് എല്ലാവരും വണ്ടിയായിട്ടുണ്ട്, കാറുണ്ട്, അടക്കോ കാറുണ്ട്, കാറിട്ട് എണ്ണ കേടുകൊണ്ട് നമുക്ക് പോവാന്നല്ല നിൽക്കൊരു അഭിപ്രായപ്പെടുന്നു. ഇന്നലെ പറഞ്ഞു പിന്നെന്താ പോവാൻ മടി? ഛർദിയുള്ളുണ്ട്. അതാണ് ഇവർക്ക് ഇനി ഛർദിക്കൊന്നുമില്ല. ഇപ്പൊ പോകും. ഛർദി ഉണ്ടെങ്കിൽ തന്നെ ഇനി അഥവാ ഛർദിച്ചാൽ അത് കൈകൊണ്ട് ഇങ്ങനെ പിടിക്കാൻ ദേ അടുത്ത ആളുണ്ടല്ലോ. എന്താ പ്രശ്നം? അല്ല ഒരു ബാഗ് മറ്റേ ഇത് പ്ലാസ്റ്റിക് ഇട്ടാല് ഇപ്പൊ ഗുളിക കുടിക്കുന്നതിന് ഛർദിയില്ല, പോയി വരുന്നത്. ഇപ്പൊ അമ്പലത്തിലെല്ലാം പോയി കഴിഞ്ഞതിന് തോവാൻ പോയി. ഇപ്പൊ ഞാൻ കുന്നത്തൂർപ്പാടിയിൽ മുത്തപ്പനെ കാണാൻ പോയി ഗുളിക കുടിച്ചു. മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ഏറ്റവും വലിയ ആഗ്രഹം ഇനി എല്ലാടിയും പോവാന്നുള്ളതിന്റെ ആഗ്രഹം തന്നെ. ഇവരുടെ പേര് എനിക്ക് ഒന്നിച്ച് പോവാന്നുള്ളത്. എത്ര കാലം വരെ ജീവിക്കണമെന്ന് ആഗ്രഹം? ജീവിക്കണോ ആഗ്രഹമുണ്ട്. എത്രയാ നമ്മൾ വീണ്ടും പോകുന്നു അതുവരെ ജീവിക്കാം. ഒരു അസുഖം ഇല്ലാണ്ട് അങ്ങനെ പോകണമെന്നുള്ളൊരാഗ്രഹം. വേറെ നമുക്ക് അങ്ങനെ ആശയൊന്നുമില്ല. നമ്മൾ ടൂറ് പോകുന്ന രണ്ട് ആശയമൊന്നുമില്ല. നമ്മൾ മനസ്സമാധാനം പ്രധാനം. തീർച്ചയായിട്ടും മനസ്സാണ് പ്രധാനം. അതിൽ മൂന്നും പിന്നാല് വേറെ പ്രശ്നമോ നമ്മൾ മനസ്സെ പറ്റാം, മനസ്സ് കേൾക്കണം അല്ലേ. എൻ്റെ ചിത്രം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ അക്രം ദേവീശ്വരക്കാരനാണ്. ഞാൻ ദേവീശ്വരക്കാരനാണ്. 5 മണിക്ക് വിളക്ക് കത്തിച്ചു, ചന്ദനം കത്തിച്ചു, എല്ലാം അപ്രീതാണ്. ഞാൻ ഭയങ്കര ഭക്തികാരൻ. അപ്പം അതാവട്ടെ എനിക്ക് കിട്ടിയേ. തീർച്ചയായിട്ടും അതുകൊണ്ടില്ല ഒത്തുവന്ന്. അതെ. രമേടത്തേക്ക് സിനിമയൊക്കെ ഇഷ്ടമാണ്? സിനിമ പിന്നെ ടി വി അങ്ങനെ ആളുകൾ ചെറിയ സമയം ടി വി എല്ലാം. ഇഷ്ടപ്പെട്ട നടനാരാണ്? നടൻ മണി, മറ്റേ മോഹൻലാല്. ചന്ദ്രേട്ടൻ സിനിമയൊക്കെ കാണാറുണ്ടല്ലോ? ഞാൻ മോഹൻലാല്, ഇവ ഹരിയാനക്ക് മോഹൻലാൽ ഇഷ്ടം. മോഹൻലാൽ ഇഷ്ടം. നടിയാരാ? നടി മറ്റേ എന്തെല്ലോ പേരിൻ്റെ വഴികള ദിലീപിൻ്റെ കല്യാണം കഴിച്ച വരില്ലേ, ദിലീപ് കല്യാണം കഴിച്ച് കാവ്യ എനിക്ക് ഇഷ്ടമാണ്. ആക്ടും പിന്നെ ദിലീപിനെ ആണോ? പാട്ടൊക്കെ പാടുവോ? പിന്നെ സീരിയൽ ഞാൻ പാടിക്കത്തൊന്നുമില്ല, എന്നാലും ഒരു മൂളിപ്പാട്ട് പോലും എന്തെങ്കിലും പ്രത്യേക ശീലങ്ങളും വല്ലതും ഉണ്ടോ ചന്ദ്രേട്ടൻ? ഇപ്പൊ ഞാൻ കണ്ട കാഴ്ചക്കില്ല. രാവിലെ എത്ര സമയം അല്ല എഴുന്നേക്കണം, അല്ല ഇത്ര സമയം? അത് നമ്മൾ 5 മണി കൃത്യസമയം അങ്ങനെയാണ്. ചന്ദ്രേട്ടൻ എന്തെങ്കിലും സഹായിച്ചു തരാറുണ്ടോ? ഇല്ല ചന്ദ്രേട്ടൻ ഇങ്ങനെയല്ലേ വളപ്പില് ചെടിക്ക് വെള്ളം നനക്കല് പിടിക്കലോ ബക്കലോ പിടിക്കലോ ഒരു കാര്യം ഇല്ല, അറിയില്ല. ഗ്യാസ് ഉണ്ട്, എല്ലാ സൗകര്യമുണ്ട്. ഞാൻ ഉപയോഗിക്കില്ല. പിന്നെ പിന്നെ ഇത് എന്തെങ്കിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ചൂടുവെള്ളം വെക്കും. ചൂടുവെള്ളം കുടിക്കണ്ട മാത്രം ആ കരണ്ടിന്റെ. പിന്നെ ആദ്യം വിളിച്ചിട്ട് പതുക്കെ നിങ്ങൾ വന്നേന്ന് പറഞ്ഞ് തോളെ കൈയിട്ട് പിടിച്ചുകൊണ്ട് പോണം. ഉള്ളി കൊടുക്കണം ആദ്യം. അനുഭവം ഞാൻ പറയുന്നത്. ഞാനിപ്പോ പറയുന്നുണ്ട് എന്റെ ഒക്കെ തന്നെ നിൽക്ക്, ഞാനെല്ലാം പഠിപ്പിച്ചു തരാം. ഇനി കുറച്ചൊക്കെ പോയി സഹായിച്ചു കൊടുക്കണം. അതേപ്പോ രാവിലെ എനിക്ക് അടുക്കളയിൽ ഞാൻ കുളിമുറിയിൽ വെള്ളം അടിക്കും, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാൻ വേണ്ടി അടിച്ചു വരും. ഞാൻ തന്നെ ആളാക്കും, അടിച്ചു വരും. അപ്പൊ ഈ ജോലിക്ക് പോകുന്നതൊക്കെ എങ്ങനെയാ? ഞാൻ രാവിലെ ഇവിടുന്ന് പോകുമ്പോൾ അവിടെ ഇറക്കി പണി വന്നപ്പോൾ എനിക്ക് ബാഗ് അവർ കൊണ്ടുപോകണം, കേസ് പോകാൻ പോകണം. ചില ഞാൻ അവർക്ക് എല്ലാം കെട്ടിച്ചത് ചെയ്ത് കൊടുക്കും. ഇവിടെ അടുത്ത് തന്നെയാണോ? ഇവിടുന്ന് കുറച്ച് പൈസ ബസ്സിന് 13 26 ഡെയിലി, അങ്ങോട്ടും ഇങ്ങോട്ടും 26. പിന്നെ ഭക്ഷണം അയാൾ വീട്ടിലുണ്ടല്ലോ, ചാപ്പാട്, പിന്നെ ചായയിലും വാങ്ങിച്ചരും. പിന്നെ നമ്മൾ ചിലവിൻ്റെ ഞാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ അത്ര സ്നേഹം നമ്മൾ സ്വന്തം അവരാണ് മണ്ണിൽ കൈയിട്ടിന് കാണിക്കാനും പിടിക്കാനും അവർ. അപ്പോൾ എല്ലാവരും ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം മറ്റു നാട്ടുകാർ മറ്റുള്ള കൂട്ടുകാർ എല്ലാ സൗകര്യം ചെയ്തു തരും. എന്നെ ഫോറും കാറും എന്നെ കൂട്ടിട്ടുണ്ട്. കാറ് ആൾ എത്തിയല്ല ഇങ്ങോട്ടെ. അതുവരെ എന്നോട് ആൾക്കാർ കിട്ടാണ്. അപ്പൊ ഞാൻ നേരത്തെ ഈ സിനിമാ നടന്റെ നടിയുടെയും കാര്യം ചോദിച്ചത് ഞാനൊരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് രമേടത്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ മോഹൻലാൽ, ചന്ദ്രേട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാവ്യ മാധവൻ.
അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും രമേട്ടത്തിക്ക് ഒരു മോഹൻലാലിനെയും കിട്ടി, ചന്ദ്രേട്ടൻ ഒരു കാവ്യമാധവനെയും കിട്ടി എന്ന് വിചാരിച്ച് ഒരു സിനിമ പോലെ ഈ ജീവിതം വളരെ കളർഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് അങ്ങേറ്റം ആശംസിക്കുന്നു. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് ചുറ്റും എന്ത് സംഭവിക്കുന്നു, ആരെന്ത് പറയുന്നു, ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുക, അത് രണ്ട് ലെവലിനെ ഒന്നിട്ട് ഇപ്പം വിട്ടേക്കുക, അത്രേ ഉള്ളൂ. രണ്ട് ലെവലിനുള്ളിൽ ഈ ചൂട് കൂട്ടാ മറ്റു ചെവിട് വിട്ടേക്കുക, നമ്മളതിന് ഇടപെടണ്ട. അപ്പൊ സർവ്വവിധ ആയുരാരോഗ്യ ഐശ്വര്യവും ഉണ്ടാകട്ടെ. ഇനി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.